അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തടയിടാൻ യുദ്ധരംഗത്ത് റഷ്യയുടെ ശക്തി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക നടത്തുന്ന നിർണായക നീക്കം ഇപ്പോൾ ആഗോള സാമ്പത്തിക മേഖലയെ ആകെ പിടിച്ചുകുലുക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്കുമേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഇറാനെതിരെയുള്ള പിഴ നീട്ടുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന ബിൽ US സെനറ്റ് പാസാക്കിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിന് ഫണ്ട് കണ്ടെത്താനുള്ള വ്ളാഡിമിർ പുടിന്റെ ശേഷി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടികളുമായി അമേരിക്ക രംഗത്തെത്തുന്നതിന് പിന്നിൽ. റഷ്യയുടെ എനർജി ഉപഭോക്താക്കൾക്കുമേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതിനും ഇറാനെതിരെ ഉപരോധങ്ങൾ നീട്ടുന്നതിനുമുള്ള ഉഭയകക്ഷി ബില്ലിനാണ് അമേരിക്ക സെനറ്റ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അന്തരിച്ച സെനറ്റർ ലിൻസേ ഗ്രഹാമിന്റെ നേതൃത്വത്തിൽ ഏറെക്കാലമായി വാദിച്ചുവന്ന ഈ സുപ്രധാന നിയമനിർമ്മാണത്തിന് വഴിയൊരുക്കുകയാണ് സെനറ്റിന്റെ ഈ പുതിയ നീക്കത്തിലൂടെ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഭൂരിപക്ഷം അംഗങ്ങളും ഒന്നിച്ചുനിന്നാണ് ബിൽ പാസാക്കിയത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ക്യാപിറ്റോൾ ഹില്ലിൽ എത്തി സെനറ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആഗോളതലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്ന ഈ നടപടി ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളെയാകും പ്രധാനമായും ബാധിക്കുന്നത്. റഷ്യൻ എണ്ണയോ പ്രകൃതിവാതകമോ വാങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 5 രാജ്യങ്ങളുടെ മേൽ താരിഫുകൾ അഥവാ ഇറക്കുമതി തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അധികാരം നൽകുന്നതാണ് പുതിയ ബിൽ. ഈ പട്ടികയിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടും. റഷ്യൻ വ്യാപാരത്തിന് തടയിടുക ലക്ഷ്യമിട്ട് അമേരിക്ക കൊണ്ടുവരുന്ന ഈ കടുത്ത ഉപരോധ നീക്കം അന്താരാഷ്ട്ര വിപണിയിലും രാഷ്ട്രീയ തലത്തിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റഷ്യൻ അസംസ്കൃത എണ്ണയുടെ പ്രധാന ഇറക്കുമതിക്കാരായ രാജ്യങ്ങൾക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റിന് നേരിട്ട് ഉപരോധങ്ങളും ഉയർന്ന താരിഫുകളും ഏർപ്പെടുത്തുവാൻ വഴി തുറക്കുകയാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ. ആഗോള സാമ്പത്തിക രംഗത്തെയും വ്യാപാര ബന്ധങ്ങളെയും ഒരുപോലെ പിടിച്ചുകുലുക്കുവാൻ പോകുന്ന ഈ നീക്കം ലോകരാഷ്ട്രങ്ങൾ ഏറെ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. റഷ്യൻ ഉദ്യോഗസ്ഥർ, അതിസമ്പന്നർ, ധനകാര്യ സ്ഥാപനങ്ങൾ, റഷ്യൻ എണ്ണ കയറ്റുമതിയുടെ നിയന്ത്രണങ്ങൾ മറികടക്കുവാൻ ഉപയോഗിക്കുന്ന ഷാഡോ ഫ്ലീറ്റുകൾ എന്നിവയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുവാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. റഷ്യൻ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രധാന ഇറക്കുമതിക്കാരായ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുമേൽ 100% വരെ താരിഫുകൾ ചുമത്താൻ ട്രംപിന് ബിൽ അധികാരം നൽകുന്നുണ്ട്. എന്നാൽ റഷ്യയിൽ നിന്ന് 15% താഴെ മാത്രം പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുകയും അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുവാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഈ ബില്ലിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ആവശ്യപ്രകാരം ഇറാന്റെ ഊർജ്ജ ആയുധ മേഖലകൾക്കുള്ള സാമ്പത്തിക സഹായം തടയുന്നതിന് നിലവിലുള്ള ഉപരോധ അധികാരങ്ങളും ഇതിൽ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കയിലെ ചില ഡെമോക്രാറ്റിക് നേതാക്കൾ ബില്ലിൽ ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റിന് അമിതമായ താരിഫ് അധികാരം നൽകുന്നത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാനും യൂറോപ്യൻ സഖ്യകക്ഷികളെ പ്രതികൂലമായി ബാധിക്കുവാനും ഇടയാകുമെന്നാണ് ഇവരുടെ വാദം. പുതിയ ബിൽ പാസ്സാകുന്നതോടെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും ശക്തമാണ്. 2022 യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യയിൽ നിന്ന് വൻതോതിൽ വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയ്ക്ക് പുറമെ ചൈന, ജപ്പാൻ, ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവയും റഷ്യൻ ഊർജ്ജത്തെയാണ് വൻതോതിൽ ആശ്രയിക്കുന്നത്. ബിൽ നിയമമായാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US വിപണിയിൽ 100% വരെ ഉയർന്ന തീരുവ നേരിടേണ്ടി വന്നേക്കുമെന്നാണ് പ്രധാന പ്രതിസന്ധി. ഇത് ഇന്ത്യയുടെ വിദേശ വ്യാപാര ബന്ധത്തെ സങ്കീർണമാക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയ്ക്ക് മേൽ 2025 ഓഗസ്റ്റിൽ അമേരിക്ക 25% അധിക താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇന്ത്യയുടെ മൊത്തം താരിഫ് 50% ഉയരുകയും ചെയ്തു. പുതിയ ബിൽ പാസ്സാകുന്നതോടെ ഇത് 100% വരെ ഉയരാനാണ് സാധ്യത. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണ്. ഇത് നടപ്പിലായാൽ താരിഫ് 18% കുറഞ്ഞേക്കാമെങ്കിലും പുതിയ ഉപരോധ ബിൽ നടപ്പായാൽ അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ശക്തമാണ്.